അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹ സമ്പന്നരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രമായ റമളാനിൻ്റെ ദിനരാത്രങ്ങളിലെ സൽക്രമങ്ങളിൽ നിരതമാക്കുകയാണ് നമ്മളെല്ലാവരും. അള്ളാഹു നമ്മുടെ എല്ലാ പുണ്യകർമ്മങ്ങളും നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ ഒരു അശ്രദ്ധ കൊണ്ട് ധാരാളം പുണ്യങ്ങൾ എനിക്കും നിങ്ങൾക്കും നഷ്ടമാകുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അതായത് നമുക്ക് അറിയാവുന്നത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഓരോ ദിവസവും ധാരാളം നന്മ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ഉദാഹരണം, ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മളെങ്ങനെയാണ് രാത്രി ഉറങ്ങിയത്, എങ്ങനെയാണ് ഉറങ്ങേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്? ബ്രഷ് ചെയ്ത് ഒളു എടുത്ത് ആയത്തുൽ കുർസിയും ആമർ റസൂലും ഖുൽ ഹുവല്ലാഹു അഹദും ഫലക്കും നാസും ഒക്കെ ഓതി കയ്യിലൂതി ശരീരം ആസകലം തടവി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഒട്ടേറെ പ്രാർത്ഥന. ഏറ്റവും ചെറിയത് ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വഅമൂതു എന്നെങ്കിലും പറഞ്ഞിട്ടാണോ ഈ റമളാനിൽ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയത്? നമ്മളിങ്ങനെ മൊബൈൽ ചിലപ്പോൾ നല്ല പ്രസംഗം കേട്ടുകൊണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഉറങ്ങാൻ പറഞ്ഞില്ലല്ലോ. അതോടുകൂടി എത്ര നന്മ നമുക്ക് നഷ്ടമായി. ഈ ദിക്റുകളൊക്കെ ചൊല്ലിട്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയതും നമ്മളൊക്കെ അങ്ങനെ ഉറങ്ങാൻ കൽപ്പിക്കപ്പെട്ടതും വലിയ സുന്നത്തായി പഠിപ്പിക്കപ്പെടുകയും ആ ഉറക്കത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ഇതൊക്കെ ചൊല്ലിക്കടന്ന ഒരാൾക്ക് സ്വർഗമാണെന്നും നമ്മളെ പഠിപ്പിച്ചിട്ടും ഇത് നമുക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ രാത്രിയിൽ ഈ റമളാനിൽ പോലും ഇങ്ങനെ എത്ര നന്മ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. നമ്മളെ നന്മ നഷ്ടപ്പെടുത്താനാണ് ശൈത്താൻ ശ്രമിക്കുക. കാരണം നമ്മളൊക്കെ ആരാ? തൗഹീദുള്ളവരാ. രണ്ട് കയ്യും കാലും കൂട്ടിക്കെട്ടി ഒരു ജാറത്തിൽ കൊണ്ടുപോയിട്ടിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹിനെ വിളിക്കുള്ളൂ. അതുകൊണ്ട് ഒരു റൂമിൽ സ്വർണ്ണ റൂമിൽ കരിക്കട്ടി വെച്ചാൽ രാത്രി കള്ളം കുത്തി തുറക്കൽ സ്വർണ്ണുള്ള റൂമാണ്. ഇതേപോലെ തൗഹീദുള്ളവരെയാണ് ശൈത്താൻ ആവശ്യം. അവരെ നന്മ കുറക്കാനും അവരെ തുലാസിൻ്റെ കനം കുറക്കാനും ഇങ്ങനത്തെ അശ്രദ്ധ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ പുണ്യം നഷ്ടപ്പെടുത്തി നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതുകൊണ്ട് ഗൗരവപരമായി നമ്മളെല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓർത്തോക്കൂ, ഇന്ന് രാവിലെ ഉണരുമ്പോൾ ആ പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാത്തന വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞിട്ടാണോ അത്താഴത്തിനോട്? അറിയില്ല എന്നല്ല, അറിയാം, പക്ഷെ അത് ചൊല്ലിയോ? ഇനി അതും അറിയില്ല, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പൊങ്ങിയോ? ഓർത്തോക്കി. പക്ഷെ അങ്ങനെ പൊങ്ങ കഴിഞ്ഞു. ഇത്ര കൂലിയ നഷ്ടപ്പെടുന്നത്. ഒരു ടോയ്ലറ്റിലേക്ക് പോയി വരുമ്പോഴേക്ക് നമുക്ക് ഇത്ര നന്മ കിട്ടും. ശരിക്ക് നമ്മളൊന്ന് ശ്രദ്ധ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഹൈവേയിലൂടെ പോണ വാഹനം ഒന്നിന് പുറകെ ഒന്നായിട്ട് അതിസ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡ്രൈവർ 2 സെക്കൻഡ് ഒന്ന് ഇട്ട് മയങ്ങിയ എന്താവും? 5-8 വാഹനം കൂട്ടിമുട്ടി വലിയ അപകടം. ആംബുലൻസ് വരലും ബ്ലോക്കായാലും മൊത്തം പ്രശ്നമായി. ഇതിനേക്കാൾ വലിയ അപകടമാണ് ശരിക്ക് നമ്മളൊരു ശ്രദ്ധക്കുറവുകൊണ്ട് നമ്മുടെ സൽക്കർമ്മ രംഗത്ത് നമുക്ക് വന്ന് നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതും വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, പടച്ചവനെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത്.
അള്ളാനെ മറന്നാൽ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കും. അള്ളാനെ മറക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ മറക്കുക. ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, തോന്നിവാസികൾ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. അതുകൊണ്ട് സദാ ഓർക്കാൻ, അതാ ആ ഉണർന്നിട്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോയുമ്പോഴത്തേനും ഒരു 5-8 പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ശ്രദ്ധയില്ലാത്തതിനോട്. നോക്കൂ നിങ്ങൾ, അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, ഇടത്തെ കാല് വെക്കണം, പ്രാർത്ഥിക്കണം, അപ്പോൾ തന്നെ 2 കൂലിയായി. ഇടത്തെ കാല് വെച്ചാൽ 1 കൂലി, പ്രാർത്ഥിച്ചാൽ 2ാമത്തെ കൂലി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് പറഞ്ഞ 2ാമത്തെ കൂലി. നേരെ ആ ടോയ്ലറ്റിൽ ചെരുപ്പുണ്ടാണെന്ന്, ആ ചെരുപ്പിടുന്നത് വലത്തെ കാലിട്ടാൽ, ആദ്യം വലത്തെ കാലിൽ ചെരുപ്പിട്ടാൽ 3ാമത്തെ കൂലി അല്ലേ. എന്നിട്ട് നമ്മൾ ആ ഇടത് ഭാഗത്തേക്ക് ഊന്നിയിരുന്ന 4ാമത്തെ കൂലി. ഇടത്തെ കൈ കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ 5ാമത്തെ കൂലി. ഉഫ്രാനക്കൽ ഹംദ് എന്ന് പറയുമ്പോൾ 6ാമത്തെ പ്രതിഫലം. ഇങ്ങോട്ട് തിരിച്ച് കയറുമ്പോൾ ആദ്യം വലതുകാല് വെക്കണം, 7ാമത്തെ കൂലി. നോക്കിക്കൾ, എത്ര പ്രതിഫലമാണ് ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അതോ നമ്മളിങ്ങനെ ഈ രീതിയിൽ ഉറങ്ങുന്നു, ഈ രീതിയിൽ എഴുന്നേൽക്കുന്നു, ഈ രീതിയിൽ ടോയ്ലറ്റിലേക്ക് പോകുന്നു, ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു, ബാക്കിയുള്ളൊക്കെ നിങ്ങൾ ചേർത്ത് വായിച്ചോളൂ. എത്ര നഷ്ടം ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, മിസ്ഖാലത്തിൻ ശർറൻ യറ. അണു ചെയ്താൽ കാണും, തിന്മ ചെയ്താലും കാണും, നന്മ ചെയ്താൽ കാണും. അപ്പോൾ ഇത്ര നന്മ ഒരു നിയ്യത്ത് കൊണ്ടും ഒരു പ്രാർത്ഥന കൊണ്ടും ഒരു ശ്രദ്ധ കൊണ്ടും അതിൻ്റെ ഇല്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുന്നത് ഭയാനകമാണ്. അതുകൊണ്ട് ഈ ഒരു ജാഗ്രതയും ശ്രദ്ധയും എനിക്കും നിങ്ങൾക്കും ഏറെ വർദ്ധിച്ചു വരണം. ഒരു ദിവസം നമുക്ക് തിരിച്ചു കിട്ടൂല. ഇപ്പം ഇന്നലെ ഉറങ്ങിയ എത്ര പേരാണ്, എത്ര കുട്ടികളാണ് മരണപ്പെട്ടത്. ഇപ്പോഴും ഗൾഫ് മേഖലയിലൊക്കെ ഉള്ള പലരും ഭീതിയിൽ ഇങ്ങനെ കഴിയാണ്. ഇപ്പോൾ വീഴോ, എന്താണ് അവസ്ഥ എന്നറിയാത്ത ബേജാർ. അള്ളാഹു എല്ലാവർക്കും കാവൽ നൽകുമാറാകട്ടെ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ നമ്മൾക്ക് കിട്ടണേ, നമ്മളീ അവസ്ഥ ആർക്കും അറിയില്ല, എപ്പോഴാണ് എങ്ങനെയാണ്. അപ്പോൾ ഈ നഷ്ടം, ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന നഷ്ടം നികത്താനാവാത്താണ്. കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്തണം. ദീർഘിപ്പിക്കണില്ല. നമ്മൾ വളരെ ഗൗരവമായി എന്ത് ചെയ്യണം, നമ്മൾ കാണണം. നമ്മുടെ എല്ലാ രംഗത്തും നമുക്ക് ശ്രദ്ധ ഉണ്ടാകണം. ഇപ്പം നമ്മൾ ഈ പള്ളിക്ക് കയറുമ്പോൾ ഞാൻ കണ്ടൊരു പ്രത്യേകത, ആ വാതിൽ തുറക്കുമ്പോൾ തന്നെ ശരിക്കും എന്ത് ചെയ്യുക, നമ്മളെ യേശുക്കളിലൊന്നുകൊണ്ട് വാതിൽ തുറക്കുമ്പോൾ തന്നെ വലത്തെ കാല് വെച്ച് കയറാൻ നല്ല സുഖമാണ്. ഇത് ഇങ്ങോട്ട് തുറക്കണ സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ ഒരു ഹാലിൽ പോയി പോകും, പക്ഷെ ആ വാതിൽ തുറക്കുമ്പോൾ തന്നെ നേരെ വലത്തെ കാല് വെച്ച് അള്ളാഹു മുഫ്താലി അബു റഹ്മത്തുക്കാരുടെ കയറാൻ നല്ല സുഖമാണ്. ആദ്യം ഒരു സലാത്ത് ചെല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു മുഫ്താലി ഒരു സലാത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഏത് പ്രാർത്ഥനക്കും ഉത്തരമുണ്ട്. അതെ, അങ്ങനെ ഇറങ്ങുമ്പോൾ ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചാലുണ്ട്, ഒരു ഹാലിലായിട്ട് ഇറങ്ങണ്ട, ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് പോകണ്ട. ഒന്ന് ശ്രദ്ധിച്ച് ആദ്യം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക പറഞ്ഞിട്ട് ഇടത്തെ കാലിന് ആദ്യം പുറത്തേക്ക് വേണം. അത്ര നേരം വലത്തെ കാല് പള്ളിയിൽ അടിയിൽ കൂലിയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. അങ്ങനെ നമ്മുടെ ഒരു നന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പുണ്യം ഒരാളെ കാണുമ്പോൾ ഒന്ന് സലാം പറഞ്ഞാൽ, ഇത് അതൊന്ന് പുഞ്ചിരിച്ചാൽ, സദക്കാന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ നോൽപൊടി നോറ്റുമ്പോൾ പറ്റങ്ങനെ ആകുക. ഇത് മനുഷ്യൻ്റെ മുഖത്ത് വെക്കാതെ, പ്രത്യേകിച്ച് ഈ മൊബൈൽ മേൽ ഇങ്ങനെ നോക്കി നിന്നിട്ട് കീപ്പട്ടൻ തന്നെ നോക്കി ഇങ്ങനെ കുറേ ആൾക്കാർ ഇപ്പം ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ കുട്ടികളൊന്നും കഥ പറയും വേണ്ട, പറ്റ തല താന്നു വരുന്നു. അതുകൊണ്ട് ആരെയും മുഖത്ത് വെക്കണില്ല. ഒന്ന് ചിരിച്ചാൽ എന്തോ കിട്ടാണ്ടെങ്കിൽ ചിരിക്കാൻ ആൾക്കാർ റെഡിയാണ്. എന്തൊരു വർത്തമാനം പറഞ്ഞാൽ എന്തോ കിട്ടാണ്ടെങ്കിൽ എന്താണ് ചിരിക്കാനും വർത്തമാനം പറയും. ഇല്ലെങ്കിലോ നെവർ മൈൻഡ്, ഇങ്ങനെ കീപ്പട്ടൻ തന്നെ നോക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതെ, ഓരോന്നിൻ്റെയും പുണ്യം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ജാഗ്രത കാണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും നമുക്ക് ദീൻ്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ച് നമ്മുടെ വീട്ടിലും മറ്റുമൊക്കെ ഒരു ദീനി നിഷ്ഠയുണ്ടാക്കി, അതെ, പ്രത്യേകിച്ച് ഈ ദുശ്ശീലൊക്കെ മാറാൻ പറ്റിയ വല്ലാത്തൊരു സമയമാണ്. എത്രത്തോളം നിങ്ങൾ ഇപ്പോൾ ഈ ആളുകൾ ഒരു പല ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്നാൽ
ഈ സിഗരറ്റും ആൻസും ഒക്കെ വെക്കുന്ന ആൾക്കാർക്ക് ഈ ശരിക്കും നോമ്പറക്കുമ്പോഴും ഒക്കെ വേണ്ടിയത് ആദ്യം കാരക്കല്ല, ഈത്തപ്പഴല്ല, പിന്നെന്താ വേണ്ടി ഒരു സിഗരറ്റാണ് വേണ്ടി. അപ്പം എന്ത് ചെയ്യും, നേരെ ഈ ഈത്തപ്പഴം കൊണ്ട് നോൽമ്പ് പറഞ്ഞ ഒരൊറ്റ പോക്കാണ് പള്ളീൻ്റെ ബാക്കിക്കോ അല്ലെങ്കിൽ വീടിൻ്റെ ബാക്കിക്കോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്. എന്ത് ചെയ്യും, ഒന്ന് ശരിക്കും ഇപ്പോൾ ലോറിൻ്റെ പുക നമ്മളൊരു ആക്സിലേറ്റർ നോക്കുമ്പോൾ ആട് പോയിട്ട് ഒന്നും അറിയില്ലല്ലോ. പക്ഷേ ഇത് ശരിക്കും ഇങ്ങനെ വലിച്ച് വെറുതെ ഊതുമല്ലോ. അപ്പോഴാണല്ലോ ഇത് ഒരു വെള്ള പിന്നെ കവറിൽ നമ്മളൊന്ന് ഒരൊറ്റവട്ടം വലിച്ചൂതി ഒന്ന് കെട്ടിച്ചിങ്ങോട്ട് വിട്ടാൽ എന്താവും, ഒന്നായിട്ട് കറക്കും. അതിനേക്കാൾ സെൻസറുള്ള സാധനമാണല്ലോ അള്ളാഹ് നമ്മൾ തന്ന്. ഇതൊക്കെ കേടുവരുത്തിയാൽ ഇതൊക്കെ നമ്മളായിട്ട് ഇഞ്ചിഞ്ചായി ആത്മഹത്യ ചെയ്യാണ് ഒരു സിഗരറ്റിലൂടെ. അതുകൊണ്ട് ഗൗരവമായി അതും അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ കാണണം, വളരെ സീരിയസ് ആയി കാണണം. അതുകൊണ്ട് ഇതിലൊക്കെ നമ്മൾ മാതൃക കാണും. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇങ്ങനത്തെ ഒരുപാട് ലഹരിയൊക്കെ ഉപയോഗിച്ച് വരുന്ന ആളുകൾ, അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, മോനെ തുടക്കം വിടുന്ന അത് പാൻ്റെ ഒന്നെടുത്ത് വലിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ അവർ MDMA എത്തിയത് വേറെ, പക്ഷെ തുടക്കം വീട്ടിൽ നിന്നാണ് മിക്കവരതും. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നമ്മൾ മാതൃക ആകണം. അത്തരം എന്തെങ്കിലും ദുശ്ശീലം നമ്മളിലോ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് തിരുത്തണം, മാറ്റണം. അത് ഒഴിവാക്കാൻ പറ്റിയൊരു അവസരമാണ് റമദാൻ. അപ്പോൾ ഭക്ഷണത്തെക്കാൾ ഇത്തരം ആൾക്ക് വേണ്ടത് ആദ്യം സിഗരറ്റ് അയക്കും, അത്താഴത്തിന് സമയത്തും അങ്ങനെ. അതുകൊണ്ട് അത് ഞാൻ നിർത്തുന്നുണ്ട്. റംസാനിന് ഞാൻ വൈകുന്നേരം വരെ വലിക്കല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വൈകുന്നേരം നമ്മൾ നോമ്പ് വെക്കുന്നുണ്ടല്ലോ, പക്ഷേ രാത്രി നമ്മൾ കഴിക്കണം. അതേപോലെ ആവരുത്. അതിനൊക്കെ മാറാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ കൂടി നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.